ഏതൊരു ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. കുറച്ചധികം കാലമായി നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രേഡ് എനിക്ക് ബാങ്ക് നിഫ്റ്റി സെൻസെക്സിലൊക്കെ ലോസിലാണ് റണ്ണിങ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കളം മാറ്റി ചവിട്ടുമായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. അപ്പോൾ പഴയതുപോലെ നമ്മൾ സ്റ്റോക്കിലോട്ട് വീണ്ടും വന്നായിരുന്നു. കാരണം പറഞ്ഞുതരാം. ഇത് കണ്ടോ, നമുക്ക് ഒന്നും നല്ല രീതിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി മൊമെൻറ്റ് രാവിലെ നല്ല രീതിക്ക് സ്പൈക്ക് കിട്ടിയാലും ലോസ് വന്നിട്ട്, അതായത് ചെറിയൊരു എഗൻസ്റ്റ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മൂവ്മെൻറ്റ് ഡ്രൈ ആയി പോകുന്നുണ്ട്. നമ്മുടെ വിക്സ് നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഒരു അപ്സൈഡ് പോകുന്നില്ല. ഒരു ചെറിയൊരു തരത്തിൽ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വിക്സ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൊമെൻറ്റം നമുക്ക് പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, നമുക്ക് വിക്സ് രാവിലെ തൊട്ടേ ഒന്ന് അപ്സൈഡ് പോവും, വീണ്ടും കംപ്ലീറ്റ് ഡ്രൈ ആവും, വീണ്ടും അപ്സൈഡ് പോവും, വീണ്ടും ഒന്ന് നല്ല ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് നിൽക്കുമ്പോഴേക്കും നമുക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഓപ്ഷൻ ബൈ നമുക്ക് എഗൻസ്റ്റ് പോവും. വിക്സിൽ നല്ല രീതിക്ക് സ്പൈക്ക് കിട്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിനി ഓപ്ഷനിൽ നമുക്ക് പ്രോഫിറ്റുകളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് വിക്സ് ഒരു 17 16 അത് ഈ ഒരു റേഞ്ചിന് മുകളിൽ സസ്റ്റെയിൻ ആവുന്നത് കാണുന്നതിന് ശേഷം മാത്രമേ ഓപ്ഷൻ ബൈയിങ്ങിൽ കാര്യമുള്ളൂ എന്നാണ് തോന്നണേ. നല്ല രീതിക്ക് ലോസുകൾ വരുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റുകളാണെങ്കിൽ ചെറുതായിട്ടും 1:3 ഒക്കെ പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ തവണയും സ്റ്റോപ്പ് ലോസ് ഹിറ്റ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയപ്പോഴേക്കാണ് എനിക്ക് ഇത് കുറച്ചധികം കാര്യങ്ങളൊക്കെ വീണ്ടും ക്ലാരിറ്റി കിട്ടി തുടങ്ങിയത്. ഗ്ലോബൽ മാർക്കറ്റ്, ഗ്ലോബൽ ന്യൂസ്, അവിടുത്തെ പൊളിറ്റിക്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബൈയിങ്ങിനേക്കാളും ബെസ്റ്റ് കുറച്ചുകൂടെ ഇപ്പോൾ ഉള്ള എഡ്ജ് അനുസരിച്ച് നമുക്ക് ഓപ്ഷനിൽ FNO ട്രേഡിലോട്ട് പോകാം. ഈസി ആയിട്ട് FNO സ്റ്റോക്കുകളുണ്ട്. നമുക്ക് 200-ൽ പരം സ്റ്റോക്കുകളുണ്ട്. ഓൾമോസ്റ്റ് 209 സ്റ്റോക്കുകളുണ്ട് FNOയിൽ. ഇത്രയും സ്റ്റോക്കിൽ നമുക്ക് അനുയോജ്യമായ സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്ത് 1:3 എബോ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആൾക്കാർ ഓപ്ഷൻ്റെ ഒരു ഇതാണ്, ഞാനൊരു ഡിസ്ക്രിപ്ഷണറി ട്രേഡറാണ്, ഓപ്ഷൻ ബയറാണ്, ഓപ്ഷൻ സെല്ലറാണ്, സ്റ്റോക്ക് ട്രേഡറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്ന് ഈ ഒരു കളത്തിൽ നിന്ന് നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ പുറകെ ഓടി വർക്കൗട്ട് ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സ്ട്രാറ്റജി മാറ്റുക. നമുക്ക് ചില സമയങ്ങളിൽ ഓപ്ഷൻ ബൈ ആയിരിക്കും അനുയോജ്യമാകുക, ചില സമയങ്ങളിൽ ഓപ്ഷൻ സെല്ലായിരിക്കും അനുയോജ്യമാകുക. അങ്ങനെ ഓപ്ഷനിൽ മാത്രം നിന്ന് കളിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് സ്റ്റോക്കിലോട്ട് പോവുക. ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഫണ്ട് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കുറച്ച് പൈസ ഇതിനകത്ത് നിന്ന് കൊണ്ടുപോകണം വീട്ടിനകത്തോട്ട്. അല്ല നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആകും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.